Hi and welcome to the new video. So last video നമ്മൾ ഒരു പ്രോബ്ലമാണ് ചെയ്തത് പ്രോഡക്റ്റ് ക്വാണ്ടൈസേഷൻ എററിൻ്റെ. അപ്പോൾ അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. അതായത് എല്ലാ ടൈപ്പ് കേസുകളും നമ്മളതിൽ കൺസിഡർ ചെയ്തു. അതായത് ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ കാസ്കേഡ് തന്നെ രണ്ട് ഫോമും ചെയ്തു. അപ്പോൾ ഒരു ക്വസ്റ്റിനും കൂടിയും ജസ്റ്റ് ഡിസ്കസ് ചെയ്യാണ്. കുറച്ച് വേഗത്തിൽ ചെയ്ത് പോവാം. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒന്നും കൂടി അത് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു പ്രോബ്ലം കൂടി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഫൈൻഡ് ദ ഔട്ട്പുട്ട് റൗണ്ട് ഓഫ് നോയ്സ് പവർ when the products are rounded off to 5 bits including the sign bit for two different ways of cascade realization of the following IAR system. H of z equal to 1 by 1 minus 0.41 z raised to minus 1 into 1 minus 0.59 z raised to minus 1. So similar ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നെയാണ്, ജസ്റ്റ് കോഎഫിഷ്യൻസ് അതിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് അതിലത്തെ ഒരു കാര്യം. പിന്നെ റൗണ്ടഡ് ടു 5 ബിറ്റ്സ് ആണ് ഇൻക്ലൂഡിങ് സൈൻ ബിറ്റ്, ദാറ്റ് ഈസ് b+1 ഈസ് 5 അങ്ങനെയാണ് തന്നിട്ടുള്ളത്. പിന്നെ ഇവിടെയും നമുക്ക് റേഞ്ച് ഒന്നും തന്നിട്ടില്ല. നമ്മൾ -1നും +1നും ഇടയിൽ എടുക്കും, 2 എന്നുള്ള രീതിയിൽ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഞാൻ വേഗം ചെയ്തു പോവാണ്. ഗിവൻ b+1 ഈസ് ഈക്വൽ ടു 5 അസ്യൂം ചെയ്യാണ് -1 to 1, സോ റേഞ്ച് ഈസ് ഈക്വൽ ടു 2. ക്വാണ്ടൈസേഷൻ സ്റ്റെപ്പ് സൈസ് അപ്പം എന്തോരും q ഈസ് ഈക്വൽ ടു r divided by 2 raised to b+1. So here it will be 2 divided by 2 raised to 5, which will be 0.625. So variance of noise source and the sigma e square is equal to q square by 12. Just substitute in q by 12. ചെയ്ത 3.2552 into 10 raised to -4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് കോമൺ ആണ്. അപ്പോൾ അതോട് ഫിക്സഡ് ആയിട്ട് വെച്ചു. ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് h of z equal to എന്താ 1 divided by 1 minus 0.41 z raised to -1 into 1 minus 0.59 z raised to -1. ഓക്കെ, ഇത് നമ്മൾ വേണമെങ്കിൽ നമുക്ക് എന്താ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാലോ. ഇവിടെ ഇപ്പോൾ കാസ്കേഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ് ഫോമിൻ്റെ കേസിലേക്കൊന്നും പോകുന്നില്ല. കാസ്കേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ h1z into h2z എന്ന രീതിയിൽ എടുക്കാം. വേർ h1z ഈസ് 1 by ഫസ്റ്റത്തെ 0.41 z raised to -1 എന്നാണ് ഞാൻ എടുക്കുന്നത്. h2z എന്ന് പറഞ്ഞാൽ 1 by 1 minus 0.59 z raised to -1 ആണ് എടുക്കുന്നത്. ആ h1z വേണമെങ്കിൽ എനിക്ക് y1z by xz എന്ന് എഴുതാം. അത് x ആണ് ഇൻപുട്ട്, y1 ആണ് ഫസ്റ്റത്തെ ഔട്ട്പുട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഔട്ട് അതായത് ജസ്റ്റ് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്കത് കാസ്കേഡ് ചെയ്യാണല്ലോ ചെയ്യുന്നത്. കാസ്കേഡ് ചെയ്യുമ്പോൾ ഓരോ ഇൻപുട്ട് വേണമെങ്കിൽ പേര് കൊടുക്കാം, ഔട്ട്പുട്ട് പേര് കൊടുക്കാം എന്ന രീതിയിൽ ഞാൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ സ്പെഷ്യലായിട്ടൊന്നും അവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മളുടെ ഇൻപുട്ടും ഇവിടെയാണ് നമ്മളുടെ ഔട്ട്പുട്ടും വരേണ്ടത്. ഓക്കെ, അപ്പോൾ സേ ഇത് എക്സ് ഓഫ് എൻ എന്ന് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഔട്ട്പുട്ടാണ് y1 ഓഫ് എൻ എടുക്കുന്നത്. അതാണ് സെക്കൻഡത്തെ ഇൻപുട്ടായിട്ട് വരിക. ഫൈനൽ ഔട്ട്പുട്ടിനെ നമ്മൾ y ഓഫ് എൻ എന്നുള്ള രീതിയിൽ എടുക്കുക. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ h1z. ഇവിടുത്തെ ആണ് h1z എന്നുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഇത് h2z എന്നുള്ളത്. ഇത് രണ്ടും പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ h of z വരുന്നത്. ഈ രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊന്നും അത്ര വലിയ കാര്യമല്ല, ഓൾറെഡി അറിയുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ രീതിയിൽ y1z by xz എന്ന് എഴുതാം. ഇതാണെങ്കിൽ y of z by y1z എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ ജസ്റ്റ് അത്ര എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് റിയലൈസ് ചെയ്യാൻ അറിയാലോ. ഇപ്പോൾ ഡിനോമിനേറ്റർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരൊറ്റ സെഡിൻ്റെ ഒരൊറ്റ ഡിലേ എലിമെന്റ് ഉണ്ടാവും. ലെഫ്റ്റ് സൈഡിലേക്കാണ് വരിക. ആ കോഎഫിഷ്യന്റ് എഴുതുന്ന സമയത്ത് ഒരു നെഗറ്റീവ് ഇട്ട് എഴുതണം. ഇപ്പോൾ -0.41 ആകുമ്പോൾ +0.41 ആവും, -0.59 ആകുമ്പോൾ +0.59 ആവും. അത്രയും. അപ്പോൾ അതാണ് രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വരച്ച് കാണിച്ചിരിക്കുന്നു. ഇതാണ് നമ്മളുടെ ബേസിക് ഒരു കാസ്കേഡ് എണ്ണൻ്റെ ഒരു പോർഷൻ വരിക. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് h1z എന്ന് പറയുന്നത്, ഇതാണ് എൻ്റെ h2z എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പേര് കൊടുത്താൽ അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത്, ക്വാണ്ടൈസേഷൻ, പ്രോഡക്റ്റ് ക്വാണ്ടൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാസ്കേഡ് ചെയ്യാണല്ലോ ചെയ്യണേ. അപ്പോൾ ആ കാസ്കേഡ് ചെയ്യുന്നത് തന്നെ രണ്ട് തരത്തിൽ ചെയ്യാലോ. അപ്പോൾ അതാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഒന്നെങ്കിൽ എനിക്ക് h1z h2z, ഇപ്പോൾ ഈ വരച്ചത് h1z h2z എന്നുള്ള രീതിയിൽ വരച്ചു. അതേപോലെ തന്നെ ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല, h2z h1z എടുക്കാമല്ലോ, അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ രീതിക്ക് രണ്ട് പോസിബിലിറ്റീസ് ആണ് ഇവിടെ വരച്ച് കാണിച്ചിട്ടുള്ളത്. കേസ് 1 എന്ന് പറഞ്ഞാൽ h1z ഫസ്റ്റ് h2z സെക്കൻഡ്. കേസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h2z ഫസ്റ്റ് h1z സെക്കൻഡ്. ജസ്റ്റ് ഇത് വരച്ചത് ഓൾറെഡി ഓക്കെയാണ്. 0.41 0.59 ആണ് വരിക. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വരയ്ക്കാം. ഈ രണ്ട് കേസിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അനലൈസ് ചെയ്യണം. തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിൽ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഫംഗ്ഷൻസ് ഡിഫറെൻ്റ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇനി നമ്മൾ എന്ത് വെച്ചിട്ട് ചെയ്യണം, ഫസ്റ്റ് കേസ് ഞാൻ എടുത്തിട്ട് അതിൻ്റെ ഇതിൽ പ്രൊഡക്റ്റിൻ്റെ എറർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കേസ് വരയ്ക്കും. അതായത് ഇവിടെ പ്രൊഡക്റ്റിൻ്റെ എറർ ഒരു സമ്മിങ് ബ്ലോക്കിൽ കൂടെ E1 ഇവിടെ E2 എന്നുള്ളത് കൊടുക്കും. അത്രയാണ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ വരച്ച് കാണിച്ചിട്ടുള്ളത്. E1 എന്നും ഇവിടെ E2 എന്നും എടുത്തു. അപ്പോൾ നമുക്കത് ഈ സമ്മ ഇവിടെ തന്നെ എക്സാക്ട്ലി ഇവിടെ തന്നെ വരുന്ന പോലെയാണ്. അപ്പോൾ നമുക്കത് ഇൻപുട്ടിൽ കാണിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഇൻ എഫക്റ്റ് ഇതിൻ്റെ ഡയഗ്രാം വരിക. അപ്പോൾ ഇനി ഇവിടെ നമുക്കറിയാം രണ്ട് നോയ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് വെച്ചിട്ട് വേണം ചെയ്യാൻ. സൂപ്പർപോസിഷൻ ചെയ്യുന്ന പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അറ്റ് എ ടൈം E1n മാത്രം വെച്ചിട്ടുള്ളത് കാണും, പിന്നെ E2n വെച്ചിട്ടുള്ളത് മാത്രം കാണും. അപ്പോൾ E1n നോക്കുന്ന സമയത്ത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഈ മൊത്തം സിസ്റ്റത്തിനെയാണ് ഇത് കാണുന്നത് അല്ലേ.
ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ബൈ E1 എടുത്തു കഴിഞ്ഞാൽ മൊത്തം സിസ്റ്റം. ഇപ്പോൾ E1n കാണുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ H1Z ഇൻറ്റു H2Z, അതായത് ഫുൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നെയാണ്. പക്ഷേ E2n അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ എന്തേ ഉള്ളൂ, ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ, H2Z മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നോയ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ E1n വെച്ചിട്ടുള്ള നമ്മൾ T1Z എന്നാണ് പറയുക, E2n വെച്ചിട്ടുള്ളത് T2Z എന്നാണ് പറയുക. അതൊക്കെ ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. E1n വെച്ചിട്ടുള്ളതിനെ നമ്മൾ T1Z എന്നുള്ള രീതിയിലും ഇതിനെ T2Z എന്നുള്ള രീതിയിലാണ് പറയുക. അപ്പോൾ T1Z നമുക്ക് കാണുന്നത് എന്താണ്, H1Z ഇൻറ്റു H2Z എന്നുള്ള രീതിയിൽ തന്നെയാണ് മുഴുവനായിട്ട് തന്നെ എടുക്കുന്നത്. അതായത് H of Z ആയിട്ടാണ് നമുക്ക് ഇവിടുന്ന് കാണുന്നത്. T2Z നമ്മൾ നോക്കുമ്പോൾ എന്ത് മാത്രമേ കാണുന്നുള്ളൂ, H2Z മാത്രമേ. ഇത് മനസ്സിലാക്കുക എന്നുള്ളതേ ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം വരുന്നുള്ളൂ. അടുത്ത കേസ് വരുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും. അപ്പോഴും T1Z സെയിം തന്നെയായിരിക്കും, പക്ഷേ T2Z മാറിയിട്ട് എന്താവും, H1Z ആവും. അത്രേ അതിൽ വ്യത്യാസമുള്ളൂ. അത് മാത്രമേ നമുക്കിവിടെ ചെയ്യാനുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള എന്താ, നോയ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോർ നോയ്സ് സിഗ്നൽ E1 of n ഈസ് T1 of Z ഈക്വൽ ടു H of Z ഈക്വൽ ടു നമ്മൾ ഫുൾ ഫംഗ്ഷൻ എഴുതി. ആൻഡ് നോയ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോർ ദ നോയ്സ് സിഗ്നൽ E2 of n ഈക്വൽ ടു H2 of Z വിച്ച് ഈസ് ഈക്വൽ ടു ആ രീതിയിൽ അത് എഴുതി. ഇനി നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യാൻ പേര് കൊടുക്കുക, ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. സിഗ്മ E1ഉം 2ഉം കൊടുക്കും. K എന്നുള്ളതിന് പകരം 1ഉം 2ഉം ഔട്ട്പുട്ട് എന്നുള്ള ഔട്ട്പുട്ട് കാസ്കേഡ് ഫസ്റ്റ് സ്ട്രക്ചർ എന്നുള്ളതിൻ്റെ ഫസ്റ്റ് കേസ് 1 എന്നുള്ളത് C1 കൊടുത്തു ഈക്വൽ ടു ഔട്ട്പുട്ട് നോയ്സ് പവർ ഡ്യൂ ടു എറർ സിഗ്നൽ E1n ഇൻ കാസ്കേഡ് റിയലൈസേഷൻ H1Z H2Z. അതേപോലെ സിഗ്മ E2 OP സ്ക്വയർ C1 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് നോയ്സ് പവർ ഡ്യൂ ടു എറർ സിഗ്നൽ E2n ഇൻ കാസ്കേഡ് റിയലൈസേഷൻ H1Z H2Z. ഇതേ കാര്യങ്ങൾ നമുക്ക് കേസ് 2ലും ചെയ്യേണ്ടി വരും. ഇനി കാര്യങ്ങൾ എളുപ്പമാണ്. എന്താ, നമുക്ക് ആ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ആദ്യത്തെ കേസ് സിഗ്മ E1 OP സ്ക്വയർ C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ E1 E സ്ക്വയർ സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി H1 of n സ്ക്വയർ ആണ്. അടുത്ത കേസിൽ H2 of n സ്ക്വയർ ആണെന്നുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ H1n കണ്ടുപിടിക്കുക, T1Z ഇൻവേഴ്സ് എടുക്കുക, H2n കണ്ടുപിടിക്കുക, ഇതിൻ്റെ T2Z ഇൻവേഴ്സ് എടുക്കുക. അത്ര തന്നെ അവിടെ ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റത്തെ കണ്ടുപിടിക്കാനുള്ള കേസിലേക്ക് വരാം. അതായത് H1n കാണാൻ വേണ്ടിയിട്ടുള്ള കേസിൽ സോ വി ഹാവ് വാട്ട്, T1Z ഇസ് ഈക്വൽ ടു നമ്മുടെ ടോട്ടൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് അല്ലേ, 1 ഡിവൈഡഡ് ബൈ എന്താ 1 മൈനസ് 0.41 Z raised to minus 1 into 1 minus 0.59 Z raised to minus 1 ആണ്. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, Z സ്ക്വയർ ഡിവൈഡഡ് ബൈ അല്ലേ Z മൈനസ് 0.41 ഇൻറ്റു Z മൈനസ് 0.59 ആണ്. പക്ഷെ നമുക്കിത് പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ നമ്മളെപ്പോഴും T1/Z നിർത്തിയിട്ടാണ് ചെയ്യുക എന്നുള്ള ഓർമ്മ ഉണ്ടാവണം. ബൈ Z ഈക്വൽ ടു അപ്പോൾ എന്ത് വരും, Z ഡിവൈഡഡ് ബൈ ഇതേ കാര്യം അതേപോലെ തന്നെ ഇവിടെയും വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എടുത്തെഴുതുന്നു, ഇങ്ങനെ വരും. ഇനി ഇതിനെ നമ്മൾ എന്താക്കണം, പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കണമല്ലോ. സോ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു A ഡിവൈഡഡ് ബൈ Z മൈനസ് 0.41 പ്ലസ് B ഡിവൈഡഡ് ബൈ Z മൈനസ് 0.59. ഓക്കെ, അപ്പോൾ അതിലെ എയും ബിയും കാണാന്നുള്ളതാണ്. അപ്പോൾ ഇനി മെത്തേഡൊന്നും ഞാൻ ഒരു ഡീറ്റെയിൽ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് വാല്യൂസ് മാത്രം പറയാം. എ കാണാൻ വേണ്ടിയിട്ട് Z മൈനസ് 0.41 അടിച്ചു പിടിക്കുക, സെഡിന് 0.41 ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ വാല്യൂ കിട്ടുക മൈനസ് 2.2777 എന്ന് കിട്ടും. ഇതേപോലെ ബി കാണാൻ Z മൈനസ് 0.59 അടിച്ചെടുക്കുക, 0.59 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3.277 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഈക്വൽ ടു അപ്പോൾ എന്ത് വരും, മൈനസ് 2.2777 ഡിവൈഡഡ് ബൈ Z മൈനസ് 0.41 പ്ലസ് 3.277 ഡിവൈഡഡ് ബൈ Z മൈനസ് 0.59 എന്ന് കിട്ടും. ഇത് നമുക്ക് എന്ത് കിട്ടി, T1Z കിട്ടി. T1Z കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, H1 of n കിട്ടും. ഓക്കെ, therefore H1 of n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സ് Z ട്രാൻസ്ഫോം ഓഫ് T1Z ആണ്. T1Z by Z ആണ് അവിടെ എഴുതിയിട്ടുള്ളത്. T1Z വരുമ്പോൾ ഇൻറ്റു ആ സെറ്റും കൂടി ഇങ്ങോട്ട് കയറും. അപ്പോൾ ചെയ്യുന്ന കാര്യമൊന്നുമില്ല, ഞാൻ അവിടെ എഴുതുന്നില്ല. ഇൻവേഴ്സ് എടുത്ത് നമുക്ക് അറിയാം എന്താ, മൈനസ് 2.277 എന്നുള്ള കോൺസ്റ്റന്റ് ആണ് അവിടെ നിൽക്കും. Z by Z മൈനസ് 0.41 എന്ന് പറഞ്ഞാൽ എന്താ, A raised to n U of n അല്ലേ. അപ്പോൾ എന്ത് വരും, 0.41 raised to n U of n പ്ലസ് അടുത്തത് അതേപോലെ 3.2777 0.59 raised to n U of n എന്ന് വരും അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എഴുതുക എന്നുള്ളത് മാത്രം തന്നെയുള്ളൂ. ഫസ്റ്റത്തെ ഇക്വേഷൻ എന്തായിരുന്നു, ജസ്റ്റ് എടുത്ത് എഴുതുക, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ എടുക്കുന്നു.
ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദിസ് തിങ് വിൽ ബി ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു എന്ത് വരും, സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി h സ്ക്വയർ ഓഫ് n. അവിടെയാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ഈ ഇതിൻ്റെ -2.2777 ഇൻറ്റു 0.41 റേസ് ടു n പ്ലസ് 3.2777 ഇൻറ്റു 0.59 റേസ് ടു n ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. ഇത് യു ഓഫ് എൻ പിന്നെ അവിടെ എഴുതേണ്ട ആവശ്യമില്ല. a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് വേണം അവിടെ നമ്മൾ ചെയ്യാൻ എന്നുള്ളത് മാത്രമാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നുള്ളൂ. അപ്പോൾ സിഗ്മ ഇ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇനി ബാക്കിയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്തിട്ട് സം ചെയ്യേണ്ട രീതിയിലാണ് വരിക. ഈക്വൽ ടു n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഇതിനെ അവിടെ എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള രീതിയിലും, a സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് a സ്ക്വയർ. ഇപ്പോൾ ഫസ്റ്റത്തെ എന്ത് വരും, സമ്മേഷൻ്റെ ഉള്ളിൽ ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 2.27 അതിൻ്റെ സ്ക്വയർ ആണ് വരിക. അപ്പോൾ അത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.188 എന്ന് വരും. ഞാനൊന്നും എഴുതുന്നില്ല. ഇൻറ്റു 0.41 ഹോൾ റേസ് ടു 2n ആവും. അതാണ് ഒന്നാമത്തെ വരിക. പ്ലസ് അടുത്തൊരു ഏത് ടേം വരും, ബി സ്ക്വയർ എന്നുള്ള ടേം വരും. ബി സ്ക്വയർ എന്നുള്ള ടേം ഞാൻ ആദ്യം എഴുതുന്നു വിചാരിക്കുക. ഇപ്പോൾ ബി സ്ക്വയർ എന്നുള്ള ടേം എഴുതുമ്പോൾ 3.27 അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക 10.7437 ഇൻറ്റു 0.59 റേസ് ടു 2n വരും. ഇനി 2ab വരുമ്പോൾ മൈനസ് ആണ് വരിക എന്തായാലും. ഓക്കെ, സോ മൈനസ് അത് ചെയ്ത് കഴിഞ്ഞാൽ 14.932 ഇൻറ്റു എ ബി വരുമ്പോൾ ഇത് ഇൻറ്റു ഇതും കൂടി വരും. ഇപ്പോൾ എന്താ വരിക, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 0.41 ഇൻറ്റു 0.59 നമുക്ക് ഒരുമിപ്പിക്കാം, കാരണം രണ്ടും റേസ് ടു n ആണ്. അപ്പം ഇങ്ങനെയാണ് വരിക. ഇത് 3 സെപ്പറേറ്റ് ജി പികൾ എന്നുള്ള രീതിയിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഞാനിവിടെ എഴുതുന്നുള്ളൂ. അതേപോലെ ഈ സിഗ്മ ഇ ഓൾറെഡി നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്കിവിടെ കൊടുക്കാം. സിഗ്മ ഇ സ്ക്വയറിൻ്റെ വാല്യൂ 3.2552 ഇൻറ്റു 10⁻⁻. വലിയ കാര്യമൊന്നുമില്ല, ഇതൊക്കെ ജസ്റ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ചെയ്യുമ്പോൾ എന്താ വരിക, 5.188 ഡിവൈഡഡ് ബൈ എന്ത് വരും, 1 മൈനസ് ആർ. 1 മൈനസ് എന്താ 0.41 സ്ക്വയർ വരും അല്ലേ. പ്ലസ് അടുത്ത് വരുമ്പോൾ 10.7437 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. 1 മൈനസ് ആർ എന്ന് പറഞ്ഞാൽ 0.59 ഉണ്ട് കേട്ടോ അവിടെ. 0.59 സ്ക്വയർ എന്ന് വരും. മൈനസ് അടുത്തതിൻ്റെ വരുമ്പോൾ എന്ത് വരും, 14.932 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ എന്ന് പറഞ്ഞാൽ ഈ സംഭവം 0.41 ഇൻറ്റു 0.59. ഓക്കെ, അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ഞാനിവിടെ എഴുതാം. ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക നമുക്ക് 9.83 എന്നുള്ള രീതിയിലാണ് വരിക. ഇൻറ്റു 10⁻⁻�4. ഈ ഉള്ളിലത്തെ ഈ ഒരു സമ്മേഷൻ അതിൻ്റെ വാല്യൂ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് പറയാം, നിങ്ങൾ ചെയ്ത് നോക്കിയുള്ള. ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് 3.0198 ആ റേഞ്ചിൻ്റെ അടുത്താണ് ഈ മൊത്തം സമ്മേഷൻ ചെയ്ത് കിട്ടുക. അല്ല ഫസ്റ്റ് ഓരോ ടേമുകളും, ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വേണമെങ്കിൽ ഓരോന്നിന് ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ എഴുതണമെങ്കിൽ വേണമെങ്കിൽ എഴുതാം. ജസ്റ്റ് ഈ ഫസ്റ്റ് ടേം വരാൻ പോകുന്നത് നമുക്കൊരു 6.236 എന്നുള്ള രീതിയിൽ കിട്ടും. സെക്കൻഡ് ടേം 16.4805 എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 19.696 എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ ഇതൊക്കെ കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഇക്വാലൻ്റ് ആയിട്ട് കിട്ടുക 3.0198 ആണ്. അതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയിട്ടുള്ളതാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരെണ്ണം കൂടി അവിടെ കാണാണ്ടായിരുന്നു. ഏതായിരുന്നു, സിഗ്മ ഇത് E2OP സ്ക്വയർ C2 എന്നുള്ളത്. അതെന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് ഏതാണ്, രണ്ടാമത്തെയാണ്. ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എന്താ, സെക്കൻഡ് T2 ഓഫ് സെറ്റ് ആണ്. T2 ഓഫ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സ് ഓഫ് എന്ത് മാത്രം ചെയ്താൽ മതി, 1/1 മൈനസ് 0.59 Z⁻⁻1. അത് നമുക്ക് ഇൻവേഴ്സ് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. Z/Z-0.59 വരും. അതായത് 0.59 u of n ആണ് അല്ലേ. അപ്പം അതിൻ്റെ ഇത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. സിഗ്മ സ്ക്വയർ ഇൻറ്റു സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ അറിയാലോ, 3.2552 ഇൻറ്റു 10⁻⁻4 ഇൻറ്റു ഇത് സമ്മേഷനിൽ കൊടുക്കുമ്പോൾ എന്താ, 1/1 മൈനസ് ആർ എന്ന് പറഞ്ഞാൽ 1/1 മൈനസ് 0.59 സ്ക്വയർ ആണ് വരിക.
അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് ഞാൻ എഴുതുന്നത്. ആൻസറിന് മാത്രമേ ആവശ്യമുള്ളൂ 4.9934 ഇൻറ്റു 10⁻⁻4. നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ ഈ രണ്ടിൻ്റെയും വാല്യൂ കിട്ടി. ഇപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ കണ്ടു, ഇതും നമ്മുടെ കയ്യിൽ അറിയാമെങ്കിൽ ടോട്ടലാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടി കൂട്ടിയാൽ മതി. സോ therefore നമ്മളുടെ ഫൈനൽ സിഗ്മ ET OP കാസ്കേഡ് 1 സ്ക്വയർ ഈക്വൽ ടു രണ്ടിൻ്റെയും കൂടി സമ്മേഷൻ, അതായത് സിഗ്മ E1 OP C1 സ്ക്വയർ പ്ലസ് സിഗ്മ E2 OP C1 സ്ക്വയർ രണ്ടും കൂടി കൂട്ടുക. അതായത് 9.83 ഇൻറ്റു 10⁻⁻4 പ്ലസ് 4.9934 ഇൻറ്റു 10⁻⁻4 വരും. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 1.4823 ഇൻറ്റു 10⁻⁻3 എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓൾമോസ്റ്റ് ഈ വാല്യൂ കിട്ടും. ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയേ വരുന്നുള്ളൂ. ഇതാണ് ഒന്നാമത്തെ കേസ്, H1Z ഇൻറ്റു H2Z എന്നുള്ള രീതിയിൽ ചെയ്ത്. അപ്പം ഇനി നമുക്ക് അടുത്ത കേസും കൂടിയും ജസ്റ്റ് ഞാൻ വേഗം പറയാം. നിങ്ങൾ ചെയ്ത് നോക്കണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ അത് മുഴുവൻ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യമില്ല, കാരണം എളുപ്പമാണ്. ഇപ്പോൾ ഇത് ഓൾറെഡി ചെയ്തുകൊണ്ട് രണ്ടാമത്തെ കേസ് എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ H2Z H1Z പൊസിഷൻ മാറ്റും. അപ്പോൾ ബാക്കിയുള്ള വ്യത്യാസങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെ വരും, സെയിം ഇത് തന്നെ വരും. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എറർ കാണുന്ന നേരത്തെ അത് ഇനി വീണ്ടും കാണണ്ട, നേരത്തെ ചെയ്തിട്ടുള്ള അതേ വാല്യൂ തന്നെ. രണ്ടാമത്തെ കേസിൽ മാത്രമാണ് നമ്മളിവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ടി വരുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമാണ് ഇവിടെ മാറിയിട്ടുള്ളത്. രണ്ടാമത്തെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ മാത്രമാണ് മാറിയിട്ടുള്ളത്. എന്താ ഈ കേസിൽ ഇപ്പോൾ ഇത് ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എന്തെന്നായി മാറി, 1/1 - 0.41 Z⁻⁻1 ആണ്. ഇത് ഈക്വൽ ടു നമുക്ക് അറിയാം എന്താ 0.41 U of n. അത്രയേ ഉള്ളൂ. അപ്പം ഇത് ഞാൻ ഇനി വേറെ ചെയ്യുന്നില്ല, ഓൾറെഡി നമുക്ക് അറിയുന്നതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. നേരത്തെ കേസിൽ ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ വാല്യൂ ഓൾറെഡി നമുക്ക് കിട്ടി നിൽക്കുന്ന വാല്യൂ തന്നെയാണ്. ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളതാണ്. എന്താ 9 കണ്ടുപിടിച്ചാണല്ലോ സെയിം. അപ്പോൾ അത് അതേ സ്റ്റെപ്പ് അടിച്ചിട്ടാണ് ചെയ്യേണ്ടത്, പഠിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഉള്ളതുകൊണ്ട് നമ്മൾ എടുത്തിരുന്നു 9.83 ഇൻറ്റു 10⁻⁻4 ആണ്. ഇത് മാത്രമേ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഈക്വൽ ടു എന്തെന്ന് വരും, ഈക്വൽ ടു നമ്മളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിഗ്മ ഈ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. എന്താ 3.2552 ഇൻറ്റു 10⁻⁻4 ഇൻറ്റു ഇതിൻ്റെ സമ്മേഷനാണ്. അപ്പോൾ ഇതിൻ്റെ സമ്മേഷൻ ഇത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് ഞാൻ എഴുതുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് എഴുതാം. 1/1 - 0.41 സ്ക്വയർ എന്ന് വരും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് 3.9129 ഇൻറ്റു 10⁻⁻4 ആണ്. ഓക്കെ, therefore ടോട്ടൽ കാണുമെന്ന് മാത്രം തന്നെ ഉള്ളൂ. സോറി, therefore സിഗ്മ ET OP C2 എന്നുള്ള പേര് ഇട്ടേക്കുന്നത് ഈക്വൽ ടു രണ്ടിൻ്റെയും സമ്മ്. ഓക്കെ, രണ്ടിൻ്റെയും സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.83 ഇൻറ്റു 10⁻⁻4 പ്ലസ് 3.9129 ഇൻറ്റു 10⁻⁻4 വിച്ച് വിൽ ബി ഈക്വൽ ടു 1.3742 ഇൻറ്റു 10⁻⁻3. ഇതൊന്ന് ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഇത്രയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ സംഭവം എളുപ്പമാണ് ഈ ഒരു മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ. ഇതേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അത് ഞാനിവിടെ പറഞ്ഞിട്ടില്ല. നമ്മൾ ഔട്ട്പുട്ട് നോയ്സ് പവറിൻ്റെ കേസിൽ ആ പ്രോബ്ലംസ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതേ കാര്യം തന്നെയാണ്, അതായത് റെസിഡ്യൂ തിയറും നമ്മുടെ പാർസിവൽ തിയറും വെച്ച് ചെയ്യണം. അപ്പോൾ അത് ഇവിടെ ചെയ്യുമ്പോഴത്തെ കോംപ്ലക്സിറ്റി നമുക്ക് ആലോചിക്കാം. അതായത് ഈ കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമൽ ഈ ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ T1Z ആണ്. നമുക്ക് എന്തൊക്കെ വേണം, T1Z ഇൻറ്റു T1 Z⁻⁻1 ഇൻറ്റു Z⁻⁻1. അപ്പോൾ 4 എണ്ണം വരും. ആ 4 എണ്ണത്തിനെയും Z- എന്നുള്ള ഫോർമാറ്റിലാക്കി നമ്മൾ അതിൻ്റെ റെസിഡ്യൂ എടുത്ത് വേണം എഴുതാൻ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബുദ്ധിമുട്ടെന്ന് പറയാനില്ല, പക്ഷേ തെറ്റിക്കാം. ഇത് കുറച്ചും തെറ്റാൻ ചാൻസ് കുറവാണ്. തെറ്റണത് ഈ പോയിന്റിലാണ്. സ്ക്വയർ എടുക്കുമ്പോൾ ആണ് തെറ്റാൻ്റെ നോക്കേണ്ടത്. ഹോൾ സ്ക്വയർ എടുക്കണം, H1 സ്ക്വയർ ആ ഫുൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരുന്ന സമയത്ത്. ഇത് 3 ഇതുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഇൻറ്റു Z-0.3 എന്നും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് വരും, ഇവിടെ പ്ലസ് ഒരു സം കോൺസ്റ്റന്റ് .3 കൂടി വരും. അപ്പോൾ സ്ക്വയർ എടുക്കുന്ന സമയത്ത് ആ 3 എണ്ണത്തിൻ്റെ A+B+C ഹോൾ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ്റെ രീതിയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. അത്രയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു.